കൈവെട്ട് കേസിൽ പിടിയിലായ മുഖ്യപ്രതി സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങി NIA. തിരിച്ചറിയൽ പരേഡിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. 13 വർഷം പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരിലേക്ക് അന്വേഷണം നീളും. ഇതിനിടെ പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായത് ഇളയ കുഞ്ഞിന്റെ ജനനരേഖയാണെന്നും വിവരവും പുറത്തുവന്നു. ഷാജഹാൻ എന്ന പേരിലായിരുന്നു സവാദ് മട്ടന്നൂർ ബേരത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. നാളുകളായി NIAയുടെ നിരീക്ഷണത്തിലായിരുന്നുവെങ്കിലും പേരിലെ വ്യത്യാസം മൂലം സ്ഥിരീകരിക്കാനായിരുന്നില്ല. ഇതിനിടെയാണ് പ്രതിക്ക് ഇളയ കുഞ്ഞ് ജനിക്കുന്നതും ജനന സർട്ടിഫിക്കറ്റിനായി മട്ടന്നൂർ നഗരസഭയെ സമീപിക്കുന്നതും. അപേക്ഷയോടൊപ്പം ഹാജരാക്കിയ സവാദിൻ്റെ ആധാർ കാർഡ് ആളെ തിരിച്ചറിയാൻ സഹായിച്ചു. കുറ്റകൃത്യത്തിനിടെ സവാദിനേറ്റ പരുക്കിൻ്റെ അടയാളം തിരിച്ചറിയാനായതും NIAയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. NIAയിൽ മുൻപ് ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിച്ചിരുന്ന കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തെ സഹായിച്ചു. സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരിലേക്ക് ഇനി അന്വേഷണം നീളും. ഇതിനായി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. പോപ്പുലർ ഫ്രണ്ട് SDPI സംഘടനകളുടെ സഹായം പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് NIAയുടെ കണ്ടെത്തൽ. കൈവെട്ട് കേസിൻ്റെ ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്ന കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ. പ്രതിയുടെ തിരിച്ചറിയൽ പരേഡും ഇതിനിടയിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.